യേശുവിനെ ക്രിസ്തു എന്ന് പറഞ്ഞാൽ ദൈവപുത്രൻ, ദൈവത്തിന്റെ അഭിഷിക്തൻ, അല്ലെങ്കിൽ മശിഹ. അതുകൊണ്ടാണ് പറഞ്ഞത്, പൗലോസിനോട് പറഞ്ഞു, പൗലോസും ഒരിക്കൽ വരെ അങ്ങനെ തന്നെ യേശുവിനെ കണ്ടത്. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുവോളം, ദെമസ്കോസിന്റെ പടിക്ക് വെച്ച് ഈ യേശു അവന് വെളിപ്പെട്ട് വരുവോളം ഇവനെ യേശു എന്ന് മാത്രം, മറിയയുടെ സന്തതിയായിട്ട് മാത്രമേ അവർ കണ്ടുള്ളൂ. ഒരു ദരിദ്രനായിരിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ. അവൻ ചില അത്ഭുതങ്ങൾ ചെയ്തിരിക്കും, പക്ഷെ അവൻ എന്താണ്, ഞങ്ങളുടെ ക്രിസ്തു അല്ല. അവര് പറഞ്ഞു, ഞങ്ങളുടെ ക്രിസ്തു അല്ല ഇവൻ. യോഹന്നാൻ സ്നാപകം പോലും തടവറയിൽ കിടക്കുമ്പോൾ ശിഷ്യന്മാരെ വിട്ടു, വരുവാനുള്ളവർ നീ തന്നെയോ എന്ന് വെച്ചാൽ ക്രിസ്തു നീ തന്നെയാണോ? അവർ ക്രിസ്തുവിന് വേണ്ടിയല്ലേ കാത്തിരിക്കുന്നത്. ഇന്നും യഹൂദന്മാർ ക്രിസ്തുവിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്, പക്ഷെ യേശുവിനെ അവർ അംഗീകരിച്ചില്ല. ഇവിടെയാണ്, അല്ല ഇവൻ തന്നെയാണ് വരുവാനുള്ളത്, ഇവൻ തന്നെയാണ് ദൈവപുത്രൻ, ഇവൻ തന്നെയാണ് സ്വർഗത്തിൽ നിന്ന് വന്നവൻ എന്ന് ഞാൻ അംഗീകരിക്കുന്നുവെന്നാണ് ഷണ്ടൻ പറഞ്ഞത്. ഞാൻ അവൻ വിശ്വസിക്കുന്നു, ക്രിസ്തു ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ യേശുവിനെ ക്രിസ്തുവെന്ന് അംഗീകരിക്കുന്നവനാണ് യഥാർത്ഥമായിരിക്കുന്ന വെളിപ്പാട് കിട്ടിയവൻ. പത്രോസും പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന യേശു എന്നല്ല പറഞ്ഞ ക്രിസ്തു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ക്രിസ്തു സ്വർഗത്തിലുള്ളവനും അവൻ യേശു എന്നുള്ള പേര് ഭൂമിയിൽ വന്നപ്പോൾ ഇടുവാൻ ദൂതന്മാർ പറഞ്ഞു കിട്ടും. യഥാർത്ഥത്തിൽ അവൻ ആരാണ്? ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തുവാണ്. അതുകൊണ്ട് ഈ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, ഇന്നലെ വരെ ഞങ്ങൾ അവനെ ജഡത്തിൽ അറിഞ്ഞിരുന്നു. ജഡത്തിൽ അറിയുക എന്ന് പറഞ്ഞാൽ എന്താ? അവൻ മറിയയുടെ സന്തതിയാണ്. പക്ഷെ ഇന്ന് മുതൽ ഞങ്ങൾ അങ്ങനെ അറിയുന്നില്ല. ഒരുവൻ ക്രിസ്തുവിലായാലും പുതിയ സൃഷ്ടിയാകും. അപ്പൊ ഈ വ്യത്യാസം മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മൾ സാധാരണ പല ക്രിസ്തീയ മതവിഭാഗങ്ങൾ പോലും യേശുവിനെ മറിയയുടെ സന്തതിയായിട്ട് അവർ അംഗീകരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു യേശു എന്നുള്ള അർത്ഥം. പക്ഷെ യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുമ്പോൾ അവൻ മറിയയുടെ സന്തതി അല്ലാതായിട്ട് തീരുക. കാരണം മറിയയ്ക്ക് പിന്നെ ഉണ്ടല്ലോ 5 മക്കൾ, വേറെ 5 അല്ല 6 മക്കൾ വേറെ ഉണ്ടല്ലോ വീട്ടിൽ കുറഞ്ഞത്. അപ്പൊ അവരെല്ലാം മറിയയുടെ സന്തതിയാ. അപ്പൊ യേശു മറിയയുടെ സന്തതി എന്ന് വിശ്വസിക്കുന്നവർക്ക് ആർക്കും ദൈവമായിട്ട് ബന്ധം ഉണ്ടാകുന്നില്ല. യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിച്ചാൽ ക്രിസ്തു എന്നാണ് അർത്ഥം.